ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബസ്സിലെ JETBUSൻ്റെ കവൾ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് നമ്മുടെ വെഗ എന്ന ബസ് മോഡിൻ്റെ ഒരു കവളിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ Z1ൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ വെഗയുടെയും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, പിക്സേ പ്രോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലെയിൻ ലിവറി ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. പ്ലെയിൻ ലിവറി ഇപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല. വൈറ്റാണ് ഇച്ചിരി സീനാണ്, ബ്ലാക്കാണ് ഇച്ചിരി സീനാണ്. ബാക്കി ഏത് കളറായാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ലിവറി ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പ്രീസെറ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഫയൽ, അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് സംഭവം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു PNG ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അറിയാത്തവരായിട്ട് അവരുണ്ടാകുന്ന വിചാരിക്കും, ഞാൻ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇൻസേർട്ട് പിക്ചർ പോയതിന് ശേഷം എവിടെയാണുള്ളത് നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡർ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രീസെറ്റ് ആക്കി വെച്ചത്, നമ്മൾ ആദ്യം ചെയ്ത് റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മാക്സിമം സൈസ് കുറക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു എൻജിൻ കവർ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് അല്പം സ്ട്രെസ് ചെയ്യുക, താഴോട്ടും ആക്കാം. എന്നിട്ട് അതിന് ഫിറ്റാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി കുറച്ചുകൂടി ആ ഒരു നമ്മുടെ ഹെഡ്ലൈറ്റിന് കൂടി ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് സൈസാക്കി വെക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു ഗൈസ്, അതത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഹെഡ്ലൈറ്റിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനായിട്ട് ഇനി സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഷേപ്സിൽ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യാം, ബ്ലാക്ക് കളർ എടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ എടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മുടെ ആ ഒരു വെഗയുടെ ആ ഒരു ഡിസൈനിന് വരുന്ന ഹെഡ്ലൈറ്റ് വരുന്നൊരു ഡിസൈന് ജസ്റ്റ് ഒന്ന് അതേപോലെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ചെറിയൊരു എന്താണ് ഒരു ഷാർപ്പായ ഒരു ഇതുപോലെയാണ് ഇവിടെ. പിന്നെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഒരു ഇമേജ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചു. അപ്പോൾ ഏകദേശം സെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ജസ്റ്റ് നമ്മുടെ അപ്പുറത്തെ സൈഡിലും ജസ്റ്റ് ഒന്ന് കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര വലുത് വേണമെന്നില്ല, കുറച്ചുകൂടി ചെറുതാക്കുന്ന മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഇത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരാം, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ വെക്കുമ്പം ഡയറക്റ്റ് നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്വയർ മില്ല് നമ്മൾ ചെയ്യാനുണ്ട്. ഏകദേശം ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം സെറ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് ലിവറി മില്ല് വേണ്ട കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ലിവറി ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ലിവറി മേക്കിങ്ങിൻ്റെ. അപ്പോൾ പാർട്ട് 1ഉം 2 ആയിട്ട് കൊടുക്കാം. അപ്പോൾ 2 നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലിവറി മേക്കിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.